ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റിക്കേഴ്സാണ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ പിൻട്രസ്റ്റ് നോക്കി കുറച്ച് സ്റ്റിക്കേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ ചെറിയ ചെറിയ ഐറ്റംസാണ് വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഉണ്ടാവും, അപ്പോൾ അത് വരച്ചെടുക്കുക. എന്നിട്ട് അതിന് ഞാൻ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് മാർക്കർ എടുത്തിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടി. ഇത് വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കളർ ചെയ്യണം. കളർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വരച്ച പെൻസിലിൻ്റെ മാർക്സൊക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. അതാവുമ്പം കളർ ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി. ഞാൻ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് പെൻസിലും സ്കെച്ചും ക്രയോൺസും എല്ലാം യൂസ് ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്താണോ അത് യൂസ് ആക്കിയിട്ട് മൊത്തം ഒന്ന് കളർ ചെയ്തെടുക്കുക. ഇനി ഇത് ഓരോന്നായിട്ട് കട്ട് ചെയ്യണം. കുറച്ച് വൈറ്റ് പോർഷൻ വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. നമുക്കെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം കട്ട് ചെയ്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ബട്ടർ ഷീറ്റോ സ്റ്റിക്കർ ഷീറ്റിൻ്റെയോ ആവശ്യം വരുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാനിത് ഒരു പേപ്പർ മൊത്തം സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചിട്ട് ഏകദേശം അതേപോലെ ആക്കുന്നുണ്ട്. അതാകുമ്പോൾ സ്റ്റിക്കർ നമുക്ക് പറിക്കാൻ പറ്റും, അല്ലാതെ നോർമൽ പേപ്പറിൽ ഒട്ടിക്കുന്ന പോലെ ആവില്ല. ഇതിപ്പോൾ ഞാൻ ഇവിടെ അത് മൊത്തം അങ്ങനെ ഒട്ടിച്ചെടുത്ത്. ഇനി ഇതിപ്പോൾ ഞാൻ സ്റ്റിക്കേഴ്സ് സെല്ലോ ടേപ്പ് തിരിച്ച് വെച്ചിട്ട് അതിൽ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചെടുത്തതാണ്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. ഇനി അത് ഓരോന്നോരോന്നായി കട്ട് ചെയ്യണം. ഒഴിവാക്കിച്ച് വേണം ഇത് കട്ട് ചെയ്യാൻ. അപ്പോൾ ഇതാ മൊത്തം സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്കിംഗ് ആണോ നോക്കണ്ടേ. ഇതിപ്പോൾ ഇങ്ങനെ കിട്ടും, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒട്ടിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അപ്പോൾ പറയുന്ന പോലെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് കൂടെ ഇതേപോലെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് ഇനിയും നമുക്ക് വരാം. അപ്പം ബൈ ബൈ.